ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തിരുനാളിന് കടകളൊക്കെ വന്നല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നൈറ്റ് ഒന്ന് ഇറങ്ങാമെന്ന് കൊണ്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. തിരുനാളിന് രണ്ടാമത്തെ ദിവസം ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ, ഇത്രയും തിരക്കുണ്ടാവും. നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, നേരെ പള്ളീൻ്റെ അവിടെ പോയപ്പോഴത്തേക്കാണ് ദേ ഇരിക്കുന്നു എൻ്റെ ഹന്നക്കുട്ടിയും അവളുടെ ഫാമിലിയും. അങ്ങനെ അവരുമായിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളിങ്ങനെ പോകുന്നവരെയൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നോണ അടിച്ചിട്ടൊക്കെ ഇരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ ഒരു ഐസ്ക്രീമൊക്കെ ഞങ്ങളിരുന്ന് കഴിച്ചായിരുന്നു. അങ്ങനെ പള്ളീൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ വട്ടമാണ് കേട്ടോ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് സിമ്പിളായിട്ടൊന്ന് റോഡിൻ്റെ അവിടെ സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയോ വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ വണ്ടിയൊക്കെ വെച്ചിട്ടൊക്കെ വന്നത് തന്നെ. അങ്ങനെ എന്ത് ചെയ്തു, ഇതിപ്പോൾ തിരുനാളിൻ്റെ ചെറിയൊരു പർച്ചേസിങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം എന്തെന്ന് വെച്ചാൽ ചെറുതിലെ ഞങ്ങൾക്ക് വീട്ടിൽ റിലേറ്റീവ്സ് ആവട്ടെ, അമ്മാമ്മ അപ്പാപ്പൻ അവരൊക്കെ തിരുനാൾ പടിയായിട്ട് 25 രൂപ, ഒരാൾക്ക് 25, ഒരാൾക്ക് 50 രൂപയൊക്കെ തന്നിട്ട് ഞങ്ങൾ ഈ ക്യാഷും കൊണ്ട് പോയിട്ട് എന്ന് വെച്ചാൽ യൂസ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ പോയി മേടിച്ചിട്ടൊക്കെ വരുന്നത്. വീട്ടിൽ വരുമ്പോൾ നല്ല വഴക്കം കിട്ടും. വാങ്ങിച്ചിട്ട് വരുന്ന എന്തൊക്കെയാണ്, മറ്റേ ബൊമ്മയൊക്കെ ഉണ്ടല്ലോ, അതായത് ബൊമ്മ വാങ്ങിച്ചിട്ട് വരും, 2 ദിവസം കഴിയുമ്പോൾ ബൊമ്മയുടെ തല കാണത്തില്ല, കാല് കാണത്തില്ല, കൈ കാണത്തില്ല. ഞാൻ പറഞ്ഞ ബൊമ്മ ഏതാണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അങ്ങനെ അതൊക്കെ ഒരു സമയമായിരുന്നു. പക്ഷേ പിന്നെ ആയതിനു ശേഷം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒന്നും വാങ്ങാനായിട്ടൊന്നും പറ്റത്തില്ല, അങ്ങനെ ഒന്നും വാങ്ങത്തുമില്ല. പക്ഷെ ചെറുതിലൊക്കെ കിടന്ന് കാട്ടി വയ്ക്കും. ചെറുതിൽ അമ്മയെന്ന് വെച്ചാൽ പോയിട്ട് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളറിലുള്ള സ്ലൈഡ്, ബോ, ബണ്ണ്, വള അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ വാങ്ങിച്ചു തരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നും അമ്മ വാങ്ങാൻ വിടത്തില്ല. പക്ഷേ ഈ വട്ടം അയ്യോ എന്തോരം സാധനങ്ങൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും കടക്കാരൻ പറഞ്ഞു, എന്തുവാ അത് നിങ്ങൾക്കുള്ള ഒന്നും ഐറ്റംസ് ഒന്നുമില്ല. കാര്യം ഇവരെ കുറേ വർഷം കൊണ്ട് ഞങ്ങൾ കാണുന്നത്, അപ്പോൾ അവർക്ക് ഞങ്ങളെ പരിചയമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മുന്നേയൊക്കെ വാങ്ങിച്ചതല്ലേ, ഇപ്പോഴും ഇനി വാങ്ങാനായിട്ടൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ എന്നാലും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അമ്മ കാണിച്ചൊക്കെ തന്നായിരുന്നു, ഈ മാലയൊക്കെ കാണിച്ചു തന്നായിരുന്നു, ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഫോൺ എന്തായാലും ആരും മറക്കത്തില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്പ്, സ്ലൈഡ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ തന്നെയാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങിയില്ല. എന്തായാലും തിരുനാളായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങേണ്ടിരുന്ന മോശമല്ലേ. അങ്ങനെ കണ്ടോ, ഈ ഒരു ചെറിയ പാക്കറ്റിനകത്ത് കുറച്ച് ക്ലിപ്പും സ്ലൈഡും അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിയത്, വേറൊന്നും വാങ്ങിയില്ല. അയ്യോ ഇത് ഞാൻ കണ്ടില്ലായിരുന്നു, എഡിറ്റിംഗ് ചെയ്യുന്ന ടൈം അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. വീഡിയോൻ്റെ ഇടയിൽ വന്ന മിസ്റ്റേക്കാണ് കേട്ടോ, സോറി, ക്ഷമിക്കണം. പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഒരു ഞാൻ കൊടിയേറ്റിനിട്ടില്ലേ കുലുക്കി സർബത്ത്, അങ്ങനെ കുലുക്കി പിടിച്ചു. വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ നമ്മുടെ പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ കുടുംബശ്രീയിലെ ആൾക്കാർ മണി പ്ലാന്റ് ചെയ്യുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇവർ മണി പ്ലാന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന രീതി നല്ല അടിപൊളി